ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഉള്ള പ്രതീക്ഷയും പോയി നിൽക്കുന്നത് നമ്മുടെ പയ്യന്മാരെ ആയിരുന്നു. ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇനി എന്താണ് ഒരു മാർഗം ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴേ ടോപ്പ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി എന്തായാലും ഇപ്പൊ ഇവരുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് അവൻ കാടിന് പുറത്ത് പോയി ചെന്ന് ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചോണ്ട് വരാന്ന്. പക്ഷെ നമ്മുടെ പിയാന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. കുറച്ച് മുമ്പ് രക്ഷപ്പെടാൻ നോക്കി പാർട്ടിയല്ലേ, പിന്നെ അവൻ എങ്ങനെ സമ്മതിക്കാനാണ്? ടി അന്നേരം അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ ഫ്രണ്ടിന്റെ മേലിൽ വിശ്വാസമൊന്നുമില്ലേ? നമ്മളെക്കാളും ഏറ്റവും വലിയ ഡ്രൈവർ അവനാണ്, പോരാത്തിന് വഴിയും കൊള്ളത്തില്ല, അപ്പൊ പിന്നെ അവൻ പോകുന്നതല്ലേ നല്ലതെന്നൊക്കെ. നിങ്ങൾ ആ ഒരു ഹാർഡ് ഡിസ്ക് കാണിക്കായിരുന്നപ്പോഴേ എനിക്ക് നിങ്ങൾ മേലുള്ള വിശ്വാസമൊക്കെ പോയി, അതുകൊണ്ട് പോകേണ്ടതാണ് അപ്പോഴും പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്കെന്താ മനുഷ്യത്വം ഇല്ലേ? പോറ അവിടെ മരിക്കാൻ കിടക്കുമ്പോഴാണോ നിന്റെ ഒരു വാശിന്ന് ടീയും? ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ടാൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ടോപ്പിന്റെ കൂടെ പോവാം, അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വൈകിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സൗണ്ട് കേട്ടെന്ന് ചോദിക്കുമ്പോൾ ഇവന്മാരും സൗണ്ട് കേട്ടിട്ടില്ല എന്നാണ് മറുപടി. അങ്ങനെ അവൻ ആ ഒരു സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേ അങ്കിളിന്റെ അങ്ങിന്റെ വണ്ടിക്കകത്ത് നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നത്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതൊരു വാക്കിട്ടൊക്കെയാണ്. പക്ഷേ മുമ്പ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന അതേ വാക്കിട്ടൊക്കെ പോലെ തന്നെയാണ് ഇതും. വലിയ രീതിയിൽ റേഞ്ച് ഒന്നും കിട്ടുന്നില്ല, അതായത് ആ കാടിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഇവരുടെ കയ്യിലുള്ള വേറൊരു വാക്കിട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലൊരെണ്ണം നമ്മുടെ ടാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ ഒരു വാക്കിട്ടൊക്കെ നമ്മുടെ വൈറ്റിന്റെ കയ്യിലും വെക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പോകുവാണ്. പോകുന്ന വഴിയാന്നുണ്ടെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് വണ്ടി തള്ളിക്കൊണ്ട് നടക്കുകയാണ്. നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ടാന് ടോപ്പിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, 3 വർഷത്തിന് മുമ്പ് നിങ്ങളിവിടെ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ സ്ഥലം എന്നാണ് ചോദിക്കുമ്പോഴേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്, ഓറിന് അവന്റെ ഒരു പൊങ്ങച്ചം കാണിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെയും കൂടി ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അവന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വലിയൊരു പണക്കാരനാണ്. അവന് ഈ ഒരു ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ ആയിരുന്നു അവന് വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ നമ്മുടെ ടോപ്പ് പറയുമ്പോഴേ ടാനാന്നുണ്ടെങ്കിൽ പിന്നെയും ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ നോൺ ആരാണ്? നിങ്ങളെയൊക്കെ ഫ്രണ്ട് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഭയക്കുന്നത്? ഇനി ചിലപ്പം നിങ്ങൾ അവനെ വല്ലതും വല്ലതും ചെയ്തു എന്ന് ചോദിക്കുമ്പോഴേ ടോപ്പ് അതുകൊണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കും അവനും ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ള സത്യമാണ്, പിന്നെ ഞങ്ങൾ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ കാര്യം. അത് മാത്രമല്ല എനിക്ക് ഇതിനെ പറ്റിയിട്ട് നിന്റെ അടുത്ത് സംസാരിക്കാൻ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വഴി കുറച്ച് റെഡിയായി കാണുമ്പോഴേ ഇവർ രണ്ടിനും വണ്ടി കയറി അങ്ങ് പോവാണ്. പക്ഷെ കുറച്ച് മുമ്പോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് തീരെ വണ്ടിയും കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് മൊത്തം കുളമായി കിടക്കുകയാണ്. പിന്നെ സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്, അതൊരു ചെറിയ വഴിയാണ്, നടന്നു വേണം പോവാൻ. അപ്പൊ വണ്ടി പുറത്തോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഇവർ രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ തള്ളി പൊക്കിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ജിന്നിനെയും പീനെയും വൈറ്റിനെയും ഫ്ലൂക്കിനെയാണ്. അപ്പൊ നമ്മുടെ വൈറ്റ് പറയുന്നത്, അങ്ങോട്ട് അങ്ങനെ എന്തായാലും അവിടെ കിടത്തിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും നമുക്ക് ഇവിടേക്ക് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് ഇവരെടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ ഇതെന്തായാലും കേസ് ആവുന്ന വിഷയമാണ്, അങ്ങോട്ട് അങ്ങിന്റെ ബോഡി പോലീസ് വന്ന് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ ഫിംഗർ പ്രിന്റ് അതിനകത്ത് പതിഞ്ഞിട്ടുണ്ടാകും, അപ്പൊ പിന്നെ എല്ലാവരും പ്രശ്നത്തിലാവും, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുമ്പോഴേ അപ്പൊ നമ്മുടെ ടീ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബോഡി അങ്ങ് കത്തിച്ച് കളയാം, ആ ബോഡി അവിടെ തന്നെ കടന്നു കഴിഞ്ഞാൽ ഉള്ള വന്യമൃഗങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് കയറി വരും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ഒട്ടും തന്നെ മനുഷ്യതല്ലേ, നിനക്ക് ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് ചോദിക്കുമ്പോഴേ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മളെ ടീ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പിണങ്ങി അങ്ങ് പോവാണ്. ജിന്ന ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അങ്കിന്റെ ആ ഒരു ശവത്തിന്റെ അടുത്ത് എന്തോ ഒന്ന് നിൽക്കുന്നതായിട്ട് അവന് കാണുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നുണ്ട്. നേരെ താഴത്തേക്ക് ഓടിയൊന്ന് നോക്കുമ്പോൾ അതൊരു പട്ടിയാണ്. പട്ടിയാന്നുണ്ടെങ്കിൽ ഈ ശവത്തിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റി പറ്റി നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിനെ അവിടെ നിന്ന് ഓടിച്ച് കളഞ്ഞിട്ട് ഇവൻ അങ്കിന്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞിട്ട് ഒരു തുണി കൊണ്ട് പുതച്ചിടുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ടീ ആണ്. ടീ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്, നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാനല്ലേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന്. അതിന് നമ്മുടെ വൈറ്റ് പറയുന്നത്, നീ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്കും അറിയത്തില്ലായിരുന്നല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടേക്ക് നമ്മുടെ പീയും ചിന്നും ഫ്ലൂക്കും കയറി വരുന്നുണ്ട്. വന്ന പാടെ തന്നെ ചോദിക്കുന്ന വൈറ്റിന്റെ അടുത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഇവ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ റേഞ്ചും ഇല്ല, അതേപോലെ തന്നെ ഇവൻ എന്തൊക്കെ സംസാരിച്ചിട്ടും അവിടെ നിന്ന് റിപ്ലൈ കിട്ടുന്നില്ല, ചിലപ്പോൾ റേഞ്ച് എല്ലാം കട്ടായതായിരിക്കും എന്ന് വൈറ്റ് പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ടോപ്പിന്റെയും ടാനിയാണ്. രണ്ടുപേരും എങ്ങനെയൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറുത്ത രൂപം ഇവരുടെ നേർക്ക് മഴ എറിയാണ്. ഇവര് പെട്ടെന്ന് തന്നെ നേരെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ആകപ്പാട് അലറി വിളിക്കുകയാണ്. ഈ അലറി വിളിക്കുന്ന ശബ്ദമല്ല ബാക്കി ടോക്കി വഴി ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി പേടിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വൈറ്റും ഫ്ലൂക്കും കൂടി പോകണം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ടാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചുകൊണ്ട് അവിടേക്ക് വരുവാണ്. അവന്റെ കൈമുട്ടൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴും നമ്മുടെ ടാന് പറയുന്നത്, ഞങ്ങൾ ആ ഒരു കറുത്ത രൂപത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അതിന്റെ കയ്യിലുള്ള മഴ എടുത്ത് ഞങ്ങളെ നേർക്കെറിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വണ്ടിയിൽ നിന്ന് താഴത്തേക്ക് വീണ്. അപ്പൊ തന്നെ എന്റെ ബോധം അങ്ങ് പോയി. ബോധം വന്ന് നോക്കുമ്പോഴും അവിടെ വണ്ടിയും ഇല്ല ട്യൂബും ഇല്ല എന്ന് പറയണേ. ഇതേക്കുമ്പോൾ തന്നെ നമ്മളെ പീക്കാന്നുണ്ടെങ്കിൽ അതായത് അവന് സംശയം ഉണ്ടല്ലോ ഇവന്റെ മേലില്, ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഉദ്ദേശം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തില്. ഇപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പീ ചോദിക്കുന്നുണ്ട്, വണ്ടിയും അവിടെ ഇല്ലേന്ന്. ആ വണ്ടിയും അവിടെ ഇല്ലാന്നാണ് ടാന്റെ മറുപടി. എങ്കിൽ പിന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചായിരിക്കും എന്ന് പറയുമ്പോഴേ നമ്മുടെ ടാൻ ആണെങ്കിൽ അതിനൊരു ചാൻസും ഇല്ല, കാരണം എനിക്ക് ഇത്ര അധികം മുറിവ് പറ്റും, അപ്പൊ പിന്നെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന അവന് ഇതിലധികം മുറിവ് പറ്റി കാണത്തില്ല,
അതിനൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി തിരക്കി അങ്ങ് ഇറങ്ങുവാണ്. അങ്ങനെ സന്ധ്യ ആവുന്നുണ്ട്. സന്ധ്യയായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ തിരക്കി തിരക്കി നടക്കുമ്പോൾ നമ്മുടെ ടാങ്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെവിടെയാണ് വീണേന്നുള്ളത്. അവിടെയൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ബ്ലഡോട് കൂടി തന്നെ അവൻ എന്തായാലും അധികം ദൂരത്തേക്ക് അവന് പോകാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത് അതനുസരിച്ച് ഇവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇവർ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ പോറാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബലി കൊടുക്കുന്ന സ്ഥലം എന്നൊക്കെ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. അതേസമയം നമ്മുടെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കുന്നുണ്ട്. മഴ വരാൻ പോകുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവന്റെ പൈസ ഞാനാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപാടെ തന്നെ അവൻ ഫ്ലൂക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഫ്ലൂക്ക് ദാ വന്ന് നോക്കിയേ, പോർ എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വാ വന്ന് നോക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്ലൂക്ക് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവൻ വേറൊന്നും പറയുന്നില്ല, അവന്റെ അസുഖമെല്ലാം കൂടി കാണും, അതുകൊണ്ടായിരിക്കും അവൻ എന്തെങ്കിലും പറയുന്നതെന്ന്. അടുത്തത് എന്തോ പോറ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഇതാ നോക്കി ശ്രദ്ധിച്ച് കേൾക്കുന്നെന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഫ്ലൂക്ക് ആണെന്നുണ്ടെങ്കിൽ പോർ എഴുന്നേക്കെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ വയറ്റിലുള്ള ആ ഒരു കമ്പ് പിടിച്ച് കുലുക്കുന്നുണ്ട്. കുലുക്കുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാവാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വയറ്റിന്റെ അടുത്ത് പോറ് ഇതാ നോക്കി നന്നായിട്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്കേണ്ട, നീ ഇത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കും, ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അവൻ നോക്കുമ്പോഴാണെങ്കിൽ അടുത്തുള്ള ഒരു സോഫയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹാർഡ് ഡിസ്കിൽ അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും അവൻ എടുക്കണം. ഇവൻ നേരെ പോയി ചെന്ന് ആ ഒരു സോഫയിൽ പോയി ചെന്നിരിക്കുകയാണ്. ഇവനിങ്ങനെ മിണ്ടായിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഫോക്കാന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്, എന്താ നീ പോകാത്തതെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് അത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ പതിയെ പുറകെ കൂടെ ആ ഒരു ഹാർഡ് ഡിസ്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൊണ്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇവൻ നേരെ വരുന്ന റൂമിലേക്ക് വന്ന പാടെ തന്നെ ആ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വയറാന്നുണ്ടെങ്കിൽ പൊട്ടിക്കിടക്കുവാണ്. അതേസമയം ഇവിടെ ബാക്കിയുള്ളവന്മാരെയാണ് കാണിക്കുന്നത്. അവർ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ താഴെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിന്റെ വാലറ്റിലുള്ള ചെയിൻ കാണുന്നുണ്ട്. അതെടുത്ത പാടെ തന്നെ നമ്മുടെ ടീ പറയുന്നുണ്ട് ഇത് ടോപ്പിന്റെ ആണെന്ന്. തൊട്ടടുത്തായിട്ട് തന്നെ വണ്ടിയും ഉണ്ട്. അതേപോലെ തന്നെ താഴെ ഫുള്ള് ബ്ലഡ് ആണ്. എന്തായാലും അവന് അധികം ദൂരത്തേക്കൊന്നും പോയി കാണത്തില്ല, ഇത്ര വലിയ മുറിവ് വെച്ചിട്ട് എന്തായാലും ഇതിനകത്ത് തന്നെ കാണും, നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും അകത്ത് കയറി നോക്കുന്നുണ്ട്. അതേസമയം വൈറ്റ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും വയറ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അകത്ത് ഫുള്ള് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ബെഡിന്റെ അടിയിൽ നിന്ന് അവനൊരു ബോക്സ് കിട്ടുന്നുണ്ട്. ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ഗണ്ണാണുള്ളത്. ഗണ്ണെടുത്ത പാടെ തന്നെ അവൻ ആലോചിക്കുന്നത് നേരിട്ട് നമ്മുടെ ഫ്ലൂക്കാണെന്നുണ്ടെങ്കിൽ പോറിന്റെ മുറിവിൽ മനഃപൂർവ്വമായിട്ട് കുലുക്കിയിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ വയറ്റിന് നന്നായിട്ട് തന്നെ പേടി വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അവന് രക്ഷപ്പെടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവൻ ആ ഒരു ഗണ്ണെടുത്തിട്ട് പുറകിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കണ്ട് ആകെപ്പാട് പേടിച്ച് നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് ഈ ബലിയൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ശരിക്കും ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുന്നത് നമ്മുടെ ടാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുവാണ്. അപ്പൊ നമ്മുടെ ടീ ആണെങ്കിൽ നിനക്കല്ലേ ആസ്മ ഉള്ളത്, എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേ പോടാ നിനക്ക് എന്തോ അറിയാം, ഞാൻ ആകെപ്പാട് പേടിച്ച് നിൽക്കുകയാണ്, ഈ പേടി മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കറുത്ത രൂപം അവിടേക്കും വരുന്നുണ്ട്. ആ ഒരു കറുത്ത രൂപമാണെങ്കിൽ നേരെ നമ്മുടെ ടീയെ വെട്ടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ പീ ഇത് കാണുന്നുണ്ട്. ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ ടീയെ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു കറുത്ത രൂപം പിന്നെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ജെന്നിനെയാണ്. ജെന്നിനെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കാണാൻ നമ്മുടെ പീ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ ഒരു കറുത്ത രൂപമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ നമ്മുടെ ടീയുടെ കയ്യിൽ ഒരു വടി മാതിരിയുള്ള സംഭവം ഉണ്ടായിരുന്നു, അത് വെച്ച് ശരിക്കും കൊടുക്കുന്നുണ്ട് ആ ഒരു കറുത്ത രൂപത്തിന്. ഇതും കൂടി ആകുമ്പോൾ കറുത്ത രൂപത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുവാണ്. ഇവന്മാരെ ഉപദ്രവിക്കാണ്ട് വരികയാണ്. അപ്പൊ ഇവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് മുമ്പിൽ എന്തായാലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് ഓടുവാണ്. ഓടിപാടെ തന്നെ നമ്മുടെ ജിന്നും പീയും കൂടി നേരെ ഒരു ബോക്സിനകത്ത് കയറിയാണ് ഒളിച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് ബോക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു കറുത്ത രൂപത്തിന് മനസ്സിലാവുന്നുണ്ട് ഇവർ അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ല, ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഓരോ ബോക്സ് ആയിട്ട് ഈ കറുത്ത രൂപം അവന്റെ മഴു ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് വെട്ടി കീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കീറി ലാസ്റ്റ് ഇവർ കിടക്കുന്ന ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. തട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ടീയും ടാനും കൂടി അപ്പുറത്തൂടെ ഓടിപ്പോകുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ തന്നെ ഈ ഒരു കറുത്ത രൂപ എന്നുണ്ടെങ്കിൽ അവന്റെ പുറകെ വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് കിടക്കുന്ന പീയും ചിന്നുണ്ടെങ്കിൽ അങ്കപ്പാട് വീർത്ത് ഒളിച്ച് കിടക്കാണ്. അപ്പൊ നമ്മുടെ പീ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ഇവിടെ വിട്ട് പോയിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ജിന്നാണെങ്കിൽ ഞാൻ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ പീ ആണെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയാണ്. നല്ല സമയം പീ, ഇത് നിന്റെ സമയമാണ്, മാക്സിമം യൂസ് ചെയ്തു. ഇതേക്കുന്ന ജിന്നാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് കിടന്നിട്ട് ഒരുമാതിരി ശ്വാസം മുട്ടുവാണ്, നമുക്ക് തുറന്ന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവൻ കൈകൊണ്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ പീ ആണെങ്കിൽ നീ വെറുതെ തമാശ കാണിക്കില്ലേ, തുറക്കാൻ ശരിക്കും പറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ ജിന്നാണെങ്കിൽ ഞാൻ തമാശ പറയല്ല, അത് തുറക്കാൻ പറ്റുന്നില്ല, എനിക്ക് തോന്നുന്നത് ആ ഒരു കറുത്ത രൂപം ഇതിന് മുകളിൽ ആദ്യമായിട്ടൊന്നും അടിച്ചില്ലേ, അപ്പൊ തന്നെ ഇത് ലോക്കായി കാണുമെന്ന്. അങ്ങനെ ഇവരാകപ്പാട് ഇതിനകത്ത് പെട്ട അവസ്ഥയിലാണ്. എന്നാലും കുഴപ്പമില്ല പീ, ഇത് നിന്റെ സമയമാണ്, എന്തായാലും പുറത്തേക്ക് വന്നാലും ഇങ്ങനെയൊന്നും കിടക്കാൻ പറ്റത്തില്ല, മാക്സിമം യൂസ് ചെയ്യുക, കീപ് ഇറ്റ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സീൻ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീനാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന നമ്മുടെ വൈറ്റിനെയാണ്.
വൈറ്റാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരു വയർ ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ അവനാന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയിൽ അവന് പരിചയമില്ലാത്തൊരു മുഖം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാണല്ലേ നോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടേക്ക് നമ്മുടെ ഫ്രൂക്ക് വരുന്നുണ്ട്. ഫ്രൂക്ക് വന്ന പടം തന്നെ ഭയങ്കര ദേഷ്യത്തിൽ നീ ഇതിനകത്തുള്ളതെല്ലാം കണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ്റിനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് പേടിയാവുന്നുണ്ട്. കാരണം ഇവന് മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനൊന്നുമല്ല നമ്മുടെ ഫ്രൂക്ക് അവിടെ സംസാരിക്കുന്നത്. ഫ്രൂക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വയറ്റാണെങ്കിൽ ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ ഡ്രിങ്ക് ചെയ്തിട്ട് ഏതൊരു പാർട്ടി നടത്തുന്നത് അത്രയും മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഫ്രൂക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ താഴത്തേക്ക് വാ, എനിക്ക് കുറച്ച് നിന്റെ ഹെൽപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വൈറ്റാന്നുണ്ടെങ്കിൽ തിരിഞ്ഞിരിഞ്ഞ് നോക്കിയാണ് പോകുന്നത്. നമ്മുടെ ഫ്രൂക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ടീയും ടാനയാണ്. രണ്ടുപേരും കൂടി ഓടി ഓടി ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ടാനാണെങ്കിൽ ടീയും ചിന്നിനെയും കാണുന്നില്ലല്ലോ, നമുക്ക് വെച്ചും തിരക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടീ ആണെങ്കിൽ ആദ്യം നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം, എന്നിട്ട് അതിന് ശേഷം വന്നിട്ട് അവരെ വന്ന് രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ഒരു കറുത്ത രൂപം മഴുവായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. വന്നപാടെ തന്നെ യുവമാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ യുവന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവരുടെ കയ്യിലുള്ള വാക്കിയിട്ടൊക്കെ അങ്ങ് താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിൽ വൈറ്റ് ടീയോട് ടീ ഞാൻ അറിയാതെ ആ ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്തു, അതിനുശേഷം ഫ്ലൂക്കിന്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്, എനിക്ക് നന്നായിട്ട് എന്നെ പേടിയാവുന്നുണ്ട്, നീ തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കറുത്ത രൂപമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കേട്ട പാടെ തന്നെ ഇവന്മാരെ അവിടെ ഇട്ടിട്ട് ആ ഒരു കറുത്ത രൂപം അടുത്തുള്ള വണ്ടിയായിട്ട് അങ്ങ് പോവുകയാണ്. ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം ആ ഒരു കറുത്ത രൂപം മനുഷ്യൻ തന്നെയാണെന്ന്. ടീം ഞാനും കൂടി പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ആ ഒരു രൂപമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവിടെ പോറിന് ശ്വാസം മുട്ടിയിട്ട് അവന്റെ വയറ്റിൽ നന്നായിട്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. ഇത് കാണുന്ന വയറ്റ് എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് നിർത്തണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം, നീ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് എപ്രാളം പിടിച്ച് മേശക്കകത്തുനിന്നുള്ള എല്ലാ സാധനം വാരിയിട്ട് നോക്കുവാണ്. ഇത് കാണുന്ന വയറ്റ് ആണെങ്കിൽ ബ്ലീഡിങ് തടയാൻ ത്രെഡ് സൂചി മാത്രം പോരായോ, പിന്നെ എന്തിനാ ഇതൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ എന്തൊക്കെയോ വാരി വലിച്ച് നോക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ വയറ്റും എന്തൊക്കെയോ നോക്കുന്നുണ്ട്. വയറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നെ പുറവശത്ത് എന്തോ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് അവന് മനസ്സിലാണ്. അവൻ പെട്ടെന്ന് തന്നെ അത് വലിച്ചൂരി എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു ഗണ്ണാണ്. നേരെ നമ്മുടെ വയറ്റിന്റെ നേർക്ക് ചൂണ്ടിയിട്ട് സത്യം പറ, നീയല്ലേ ആ ഒരു കൊലയാളി, നീയല്ലേ ശരിക്കും ഞങ്ങളെ കൊല്ലാണ്ടി വന്നത്, ഈ ഒരു ഗണ്ണ് കെട്ടിയിട്ട് ഇത്രയും സമയമായി, നീ എന്നിട്ട് എൻ്റെ അടുത്ത് ഇതുവരെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വയറ്റിനെ വെടിവെക്കുന്ന രീതി അവൻ നിൽക്കുകയാണ്. പാവം നമ്മുടെ വയറ്റിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ അവൻ ആകെപ്പാട് പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കറുത്ത രൂപം വണ്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ്. വന്ന പാടെ തന്നെ ആ ഒരു രൂപമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു മാസ്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അടുത്ത എപ്പിസോഡിൽ മുഖം കാണിക്കുമോ എന്തോന്നും അറിയത്തില്ല. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.